ഇത് മാസ് മോട്ടോഴ്സിനാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് ബാക്ക് വീലിൻ്റെ ഭാഗത്ത് ഒരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ അവിടെ കവറിൻ്റെ അവിടെ ഒരു ഷെയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസ് ഇതാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് സൗണ്ട് കാണിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് ഈ വീല് പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ് പോയി നിൽക്കാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷെയ്ക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ചാൽ ആ ബെയറിങ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് ആ ബെയറിങ് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ഗിയർ ബോക്സ് അഴിച്ചാലാണ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് മാറ്റാൻ പറ്റുള്ളൂ. അഴിക്കുമ്പോൾ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് മാറ്റണം. അതേപോലെ തന്നെ ഓയിൽ സീല്, ഗ്യാസ്കറ്റ്, ഗിയർ ഓയിൽ, അത്ര ഐറ്റംസ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും. പിന്നെ എന്നാൽ തന്നെയാണ് നമുക്ക് ആ സൗണ്ടിൻ്റെ ദിവസമൊക്കെ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ആരംഭമാണ്, തീരെ പോയ അവസ്ഥയിലല്ല. പക്ഷെ എന്തായാലും അടുത്ത സർവീസ് വരെ കിടക്കാൻ സാധ്യതയില്ല. അതിനുള്ളിൽ എന്തെങ്കിലും നമ്മൾ കയറ്റി അഴിക്കേണ്ടതായിട്ട് വരും. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത്. അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്ക് കൂടുതൽ കംപ്ലൈൻറ്റ് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയാൽ പറ്റും കേട്ടോ. പിന്നെ അത് കൂടാതെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീല് ചെറിയ ലീക്ക് ആരംഭമാണ് കേട്ടോ. ഈ ഓയിൽ ലീക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ തന്നെ നമുക്കത് മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലൊന്നും വേറെ കുഴപ്പമില്ല. പിന്നെയുള്ളത് അതിൻ്റെ വേരിയേറ്റർ ബോഡിയാണ്. ഇത് വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. ഇത് നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം, ഇവിടെയും ചെറിയൊരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആരംഭമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്താം. അടുത്ത സർവീസിൽ നോക്കിയിട്ട് മാറ്റിയാലും മതി. മാറ്റുമ്പോൾ നമുക്ക് ഈ 3 സെറ്റ് മാറേണ്ടി വരും. അതായത് ഈ അലുമിനിയം വീല് മാറണം, ഈ ബോസ് ഡ്രൈവ് മാറണം, ഈ റോളറുകൾ മാറണം. റോളർ മാറണമെന്ന് പറയാൻ കാരണം അതിൻ്റെ ചില വീലുകൾ അത്യാവശ്യം തേയ്മാനമുണ്ട്, ചിലതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ് ചെറുതായിട്ട് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. ഇനി അതല്ല, അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി പോകണതാണ് നല്ലത് കേട്ടോ. കാരണം എപ്പോഴും നമുക്ക് മാറ്റണമാണ് നല്ലത്. കാരണം കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഇന്നലെ നാളെ ഉറപ്പായിട്ടും വരുന്നത്. അപ്പോൾ മാറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സർവീസ് വരെയൊക്കെ വേണമെങ്കിൽ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം. സൗണ്ടിൽ ചെറിയ വേരിയേഷൻ വരും കുറച്ച് കഴിയുമ്പോൾ. നമുക്ക് എപ്പോൾ അഴിച്ചാലും നമുക്ക് ആ വീലുകൾ മാറ്റിയാൽ തന്നെയാണ് 100% ക്ലിയർ ആവും. ബെൻഡെക്സിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ ബെൻഡെക്സും നിലവിൽ വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൻഡെക്സും കൂടെ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഒരച്ചിലൊക്കെ കാണുന്നുണ്ട് ഈ സൈഡ്. ഇതുണ്ട, അത് നമുക്ക് ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരച്ചിൽ ഒരു ഭാഗത്ത് വന്നേക്കുന്നത് കേട്ടോ. തൽക്കാലം നമുക്ക് അതൊന്ന് അലൈൻ ചെയ്ത് കയറ്റിയിടാം. ക്ലച്ച് യൂണിറ്റ്, അത് CVT ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണത്. ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, അതിന് വേറെ പ്രോബ്ലം ഇല്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട്. ബെൽറ്റ് നമുക്ക് വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. നിലവിൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം. കാരണം ഈ ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പവർ ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബെൽറ്റാണ്. ഹോണ്ടയ്ക്ക് ആദ്യം വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് നല്ല ലൈഫുള്ള മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ പൊട്ടുകളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ബെൽറ്റ് അതൊക്കെ തന്നെ യൂസ് ചെയ്താൽ മതി. കിക്കറിൻ്റെ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് ഹെഡിൻ്റെ അവിടെ പറയത്തൊക്കെ പ്രോബ്ലം ഇല്ല. ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. മാറ്റിയിട്ട് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് ഓടും. പിന്നെ അതല്ലെങ്കിൽ കുറച്ചുകൂടി ടൈറ്റായിട്ട് മാറ്റിയാലും മതി. ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആക്സിലേറ്ററിൻ്റെ. പിന്നെ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന 2 കേസുകളുണ്ട്. ഒന്ന് ഫ്രണ്ട് മൺകാട് കിടന്ന് ഷെയ്ക്കാണ്. കണ്ടോ, ഇത് ഫ്രണ്ട് മൺകാടിൻ്റെ സൈഡിലെ വെൽഡിങ് ഒക്കെ പോയിട്ട് കിടന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട്. അത് കൂടാണ്ട് ഹാൻഡിലിൻ്റെ കവർ, ഹെഡ്ലൈറ്റ് പറഞ്ഞാൽ ഹാൻഡിൽ കവറിൻ്റെ അവിടെ സൗണ്ട് ഉണ്ട്. ഇതിനെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മൺകാടിൻ്റെ അവസ്ഥ വളരെ മോശം അവസ്ഥയാണ്. കാരണം ഞാൻ തുരുമ്പ് കയറി അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മുകളിലത്തെ ബോൾട്ട് ചെയ്യുന്ന ഭാഗം നിലവിൽ പൊട്ടലില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് വെൽഡ് ചെയ്തിട്ട് ബലപ്പെടുത്താം. ഇത് വെൽഡിങ് ആയിരിക്കും മുമ്പ് ചെയ്തേക്കണം, നമുക്ക് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഒന്നും കൂടി വെൽഡ് ചെയ്ത് ബലപ്പെടുത്തിയതിന് ശേഷം കൂടുതൽ മോശമാകും. അതായത് ഇത് വലിയ താമസിച്ചാണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് അഴിച്ച് മാറ്റുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് അഴിച്ച് മാറ്റി റീസെറ്റ് ചെയ്താൽ മതി. തൽക്കാലം ഈ സർവീസിന് വേണ്ടി നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വിടാം, വെൽഡ് ചെയ്ത് ഉപയോഗിക്കാം. അതിന് ശേഷം ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൺസെപ്റ്റ് അടക്കം T4 ഒക്കെ ഇറക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി ഓടിക്കുക, അതിന് ശേഷം മാറ്റിയാലും മതി. പിന്നെ ഫ്രണ്ടിലെ ഈ ബുഷുകൾക്ക് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ചിട്ട് അതിൻ്റെ കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറായാലും കമ്പനി ലൈനർ കിടക്കണേ, അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. കേബിളുകളായാലും ഓക്കെയാണ്. നിലവിൽ വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല.
ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി വരുമ്പോൾ 2024 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ആംബ്രോയുടെ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. എങ്കിൽ പോലും നമ്മളൊന്ന് ബാറ്ററി ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.46, അതായത് 12.5 വോൾട്ടോളം നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ നമുക്ക് ഈ ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്താണ് വേറെ ഡാമേജ് വന്നത്. ഇത് നമ്മൾ പൊട്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഇവിടുന്ന് ഈ സ്ക്രൂവിൻ്റെ ഭാഗമൊക്കെ പൊട്ടിപ്പോയിട്ട് റിബേറ്റ് ചെയ്തൊക്കെ പിടിപ്പിക്കാനാണ്. ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട്. തന്നെയല്ല നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് ഇവിടെ ബോൾട്ടിയുടെ ഭാഗവും പൊട്ടിയിട്ടായിരിക്കണം. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇത് ക്ലിപ്പൊക്കെ ചെയ്ത് പിടിപ്പിക്കാനാണ് ഇതല്ല. എങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്താലും ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഈ കവറുണ്ടല്ലോ, ഈ വൈറ്റ് കളറുള്ള കവർ, ആ കവർ മാറ്റിയിട്ട് നല്ല രീതിയിൽ ഷേക്ക് ഇല്ലാത്ത രീതിയിൽ പിടിപ്പിക്കുകയാണെങ്കിൽ ആ കംപ്ലൈൻറ്റ് അതുമേ ക്ലിയർ ആയി പോയിക്കോളൂ. അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടതിയുടെ ഈ ഒരു കവറും കൂടി മാറ്റിയിടാം. ഇതും അത്യാവശ്യം അതിൻ്റെ കാലാവധി, അതായത് ഫൈബർ പാർട്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹാർഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. തന്നെയല്ല ആ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ആ കവറും കൂടി മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കടെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 300 രൂപ 350 രൂപയൊക്കെയാണ് നമുക്ക് ഇതിന് കോസ്റ്റ് വരുള്ളൂ. അതും കൂടി കൂട്ടത്തിക്കടെ മാറ്റി പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഇന്നർ കവർ, ഈ വന്ന വലിയ പീസ് ഇതിവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. അത് മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കി നോക്കാം. അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളയണമായിരിക്കും. ഇമാതിരി ഐറ്റംസ് മാറ്റിക്കളയണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നോക്കുമ്പോൾ പ്ലഗും നല്ല പ്ലഗാണ് കിടക്കണേ. ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. നമ്മുടെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാക്കുന്നതാണ്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും നല്ല ഫിൽറ്ററാണ്. അതേപോലെ എൻജിൻ ഓയിൽ മാറണം. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്നത്. നമുക്ക് സർവീസ് വർക്കാണ് മെയിനായിട്ടുള്ളത്. അതിന് പുറമെ നമുക്ക് 1-2 ഐറ്റം വന്ന ഹാൻഡിലിൻ്റെ കവർ ഡാമേജ് ഉണ്ട്. അതേപോലെ ഫ്രണ്ട് മൺഗാർഡ് ഒന്ന് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ കവർ മാറ്റുന്നുണ്ടെങ്കിൽ ഹാൻഡിലിൻ്റെ റിയർ കവറും ഇന്നർ കവറൊക്കെ മാറ്റുന്നത് നന്നായിരിക്കും. ഓൾറെഡി പൊട്ടിയിരിക്കണേ, അത് എന്തായാലും ഒന്നല്ലെങ്കിൽ നാളെ മാറ്റണം. മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ മാറ്റി പോകണമെന്നാണ് നല്ലത്. പിന്നെ ഈ ബ്രേക്കിൻ്റെ ലിവർ ഇവിടെ തേമാനം വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഈ ലിവർ മാത്രമായിട്ടൊന്ന് മാറ്റിടാം. ബ്രാക്കറ്റ് കംപ്ലൈൻറ്റ് വന്നേക്കാൾ മുമ്പ് ലിവർ മാത്രമായിട്ടൊന്ന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിടാം. അപ്പോൾ ബ്രേക്ക് ഒന്ന് സ്മൂത്തായി കിട്ടും. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ക്ലച്ചിനകത്ത് തന്നെ ഓയിൽ സീൽ ഒരെണ്ണം പോയിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്, ബാക്ക് വീലിൻ്റെ. ഇത്രയാണ് മെയിനായിട്ടുള്ള വർക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് ഹാൻഡിൽ കവറിൻ്റെ കേസ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പെടുത്തി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം. ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.